നല്ല ചരക്കു വേണമെങ്കിൽ കൂടിയ വില നൽകണം. വരുന്നത് ദീർഘകാല ബുൾ റാലി. കുരുമുളക് വിപണിയിൽ സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നല്ല ചരക്ക് വേണമെങ്കിൽ കൂടിയ വില തന്നെ നൽകേണ്ടി വരുമെന്നു സാരം. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനത്തിലുണ്ടായ ഇടിവ് വരും മാസങ്ങളിൽ രാജ്യാന്തര തലത്തിൽ മുളകുക്ഷാമം രൂക്ഷമാക്കുമെന്ന് സൂചന. ആഗോള കുരുമുളക് വിപണി നിയന്ത്രണം കർഷകരുടെ കരങ്ങളിൽ സുരക്ഷിതം. കേരളത്തിൽ മികച്ചയിനം കുരുമുളക് വിളവെടുപ്പിന് ഇനിയും 3 മാസമെങ്കിലും കാത്തിരിക്കണം. ആ നിലയ്ക്ക് കൈവശമുള്ള ചരക്ക് എന്തിനു താഴ്ന്ന വിലയ്ക്ക് തിരക്കിട്ടു വിപണിയിലിറക്കണമെന്ന നിലപാടിലാണ് വൻകിട തോട്ടം ഉടമകൾ. കൂർഗിലെയും ചുക്കമംഗലൂരിലെയും എസ്റ്റേറ്റുകളുടെ കരുതൽ ശേഖരത്തിൽ 100 കണക്കിന് ടൺ കുരുമുളകുണ്ടെങ്കിലും ശോഭനമായ ഒരു ഭാവി അവർ മുന്നിൽ കാണുന്നു. വിപണിയിൽ നിന്ന് തനി നാടനെന്ന ഉറപ്പിൽ ചരക്കെടുക്കാൻ എത്തുന്നവർക്ക് ആവശ്യാനുസരണം കുരുമുളക് കൈമാറാൻ പല അവസരത്തിലും വിൽപ്പനക്കാർ ക്ലേശിച്ചു. എന്നാൽ കലർപ്പുള്ള ചരക്ക് വിറ്റഴിക്കാൻ വ്യവസായികൾക്കു വേണ്ടി പലരും രംഗത്തുണ്ട്. വിദേശ മുളകിന് എരിവും സ്വാദും കുറഞ്ഞത് ഇറക്കുമതി ലോബിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നല്ല ചരക്ക് വേണമെങ്കിൽ കൂടിയ വില തന്നെ നൽകേണ്ടി വരുമെന്നു സാരം. കർഷകരിൽ നിന്നു ചരക്ക് സംഭരിക്കാൻ ഇതര സംസ്ഥാന വാങ്ങുകാർ ഉൽപാദക മേഖലകളിൽ ഇറങ്ങുന്നുണ്ട്. മലബാർ മുളകിനു നിലനിൽക്കുന്ന പ്രിയം തന്നെയാണ് അവരുടെ നേരിട്ടുള്ള വരവ് വ്യക്തമാക്കുന്നത്. മധ്യവർത്തികൾ നാടനെന്ന പേരിൽ വിയറ്റ്നാം മുളക് കലർത്തി ടെർമിനൽ മാർക്കറ്റിൽ എത്തിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ വാങ്ങുകാർ പരിശോധന കൂടുതൽ കർശനമാക്കിയത് ഇത്തരം വിൽപ്പനക്കാരെ കൊച്ചിയിൽ നിന്നും അല്പം പിന്തിരിപ്പിച്ചു. കാലവർഷം രാജ്യത്തുനിന്ന് ഇതിനകം പിന്മാറി. മഴയുടെ അളവ് പതിവിലും കുറഞ്ഞത് ആശങ്ക ജനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിലെ കുരുമുളക് ഉൽപാദക പ്രദേശങ്ങളിൽ വേണ്ടവിധം മഴ ലഭ്യമായില്ലെന്ന് ഒരു വിഭാഗം കർഷകർ. ഇനി എല്ലാ പ്രതീക്ഷകളും തുലാവർഷത്തിലാണ്. അതേസമയം തുലാമഴ ആർത്തു പെയ്താൽ മുളകുമണികൾ അടർന്നു വീഴുമെന്ന ഭീതിയുമുണ്ട്. തുലാവർഷം കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന നിലപാടിലാണു കാലാവസ്ഥ വിഭാഗം. ഈ വിലയിരുത്തലുകൾക്കിടയിൽ ഒക്ടോബർ-നവംബറിൽ ലാ നിന പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ലോക വിപണിയിലേക്കു തിരിഞ്ഞാൽ അവിടെയും വിലക്കയറ്റത്തിനുള്ള സാധ്യതയെന്നു മുഖ്യ ഉൽപാദക രാജ്യങ്ങൾ. കാലാവസ്ഥ വ്യതിയാനത്തിൽ ഉൽപാദനത്തിലുണ്ടായ ഇടിവ് വരും മാസങ്ങളിൽ രാജ്യാന്തര തലത്തിൽ മുളകുക്ഷാമം രൂക്ഷമാക്കുമെന്ന സൂചനയാണ് അന്താരാഷ്ട്ര കുരുമുളക് സമൂഹം നൽകുന്നത്. നടപ്പുവർഷം വിയറ്റ്നാം 2 ലക്ഷം ടൺ കുരുമുളക് കയറ്റി അയച്ചു. ജനുവരി-സെപ്റ്റംബർ അവസാനം വരെയുള്ള 9 മാസങ്ങളിൽ മൊത്തം 2,03,000 ടൺ ചരക്ക് ഷിപ്മെന്റ് നടത്തി. പല അവസരത്തിലും കുരുമുളക് ലഭ്യത ചുരുങ്ങിയതിനാൽ ബ്രസീൽ, ഇന്തോനേഷ്യ, കംബോഡിയ എന്നീ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ചാണ് ഓർഡർ പൂർത്തീകരിച്ചത്. തുരുമ്പു പിടിച്ചതുപോലെ ചക്കച്ചുളകൾ, രുചിയുമില്ല, എന്തു ചെയ്യണം? വിയറ്റ്നാമിലെ ഭൂരിഭാഗം കർഷകരും സ്റ്റോക്ക് വിറ്റതിനാൽ കയറ്റുമതിക്കാർക്കും ഇനി വലിയ പ്രതീക്ഷയില്ല. നിരക്ക് ഉയർത്തിയാലും മുളക് കണ്ടെത്തുക ക്ലേശകരമെന്ന് അവരുടെ പക്ഷം. ഈ വർഷം കുരുമുളക് കയറ്റുമതിയിൽ നിന്നും $1 ബില്യൺ സമ്പാദിച്ചു. കയറ്റുമതി മൂല്യത്തിൽ 46.9% വർധന. കസ്റ്റംസ് വിഭാഗത്തിന്റെ പ്രാഥമിക കണക്കുകളിൽ സെപ്റ്റംബറിൽ വിയറ്റ്നാം 20,000 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. ശരാശരി കയറ്റുമതി വില ടണ്ണിന് $6,239. പിന്നിട്ട 8 വർഷത്തിനിടയിൽ അവരുടെ കുരുമുളകിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. മാറിയ കാലാവസ്ഥ കുരുമുളക് കൃഷിയുടെ താളം തെറ്റിച്ച് കണക്കിലെടുത്താൽ വരും വർഷങ്ങളിൽ മൊത്തം ഉൽപാദനം കുറയുമെന്നാണ് അവർ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ കുരുമുളക് കിലോഗ്രാമിന് 1,49,000 വിയറ്റ്നാം ഡോങ്ങിലാണ്. നിരക്ക് 1.5 ലക്ഷത്തിനു മുകളിൽ നീങ്ങുന്ന ദിനങ്ങൾ വിദൂരമല്ല. സ്റ്റോക്ക് ചുരുങ്ങുന്നതും വിലക്കയറ്റ സാഹചര്യം ശക്തമാക്കും. വിയറ്റ്നാം വ്യാവസായിക, വാണിജ്യ മന്ത്രാലയം നടത്തിയ പ്രവചനത്തിൽ ആഗോളതലത്തിൽ കുരുമുളകിന്റെ പരിമിതമായ ലഭ്യത ഹ്രസ്വകാലയളവിലേക്ക് ഉയർന്ന വിലയ്ക്ക് അവസരമൊരുക്കും. വരൾച്ചയുടെ പ്രത്യാഘാതങ്ങൾ മൂലം വിയറ്റ്നാമിൽ കുരുമുളക് ഉൽപാദനം 2025-ലും കുറയും. മുന്നിലുള്ള 3 മുതൽ 5 വർഷകാലയളവിൽ ഉപഭോക്തൃ ആവശ്യം നിറവേറ്റാൻ ആഗോള കുരുമുളക് ഉൽപാദനം മതിയാകില്ലെന്നു വിയറ്റ്നാം പെപ്പർ അസോസിയേഷൻ വക്താവ് അറിയിച്ചു. അവരുടെ വീക്ഷണത്തിൽ വരുന്ന 10 മുതൽ 15 വർഷക്കാലം നീളുന്ന ഒരു ബുൾ റാലിക്കുള്ള സാധ്യതകൾ ഉരുത്തിരിയുകയാണ്. നിലവിൽ 1.5 ലക്ഷം ഡോങ്ങിൽ നീങ്ങുന്ന കുരുമുളക് 3,50,000-4 ലക്ഷം ഡോങ്ങിലേക്ക് എത്തുമെന്ന് വിലയിരുത്തൽ. ലോകത്ത് ഏറ്റവും വലിയ കുരുമുളക് കയറ്റുമതി രാജ്യമാണ് വിയറ്റ്നാം. ആഗോള വിപണി വിഹിതത്തിന്റെ 60% അവർ കൈകാര്യം ചെയ്യുന്നു. ചൈനീസ് പുതുവർഷ ഡിമാൻഡ് മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണ തയ്യാറെടുപ്പിലാണ് ബീജിംഗിലെ ഇറക്കുമതിക്കാർ. ഏറ്റവും ചുരുങ്ങിയത് 25,000 മുതൽ 30,000 വരെ ടൺ മുളക് ഈ അവസരത്തിൽ ചൈന ഇറക്കുമതി നടത്തും. ഉത്സവകാല ഡിമാൻഡും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും അവിടെ കുരുമുളകിനെ പ്രിയപ്പെട്ടതാക്കുന്നു. രാജ്യാന്തര വിപണിയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ക്രിസ്മസിനുള്ള കുരുമുളക് സംഭരണത്തിൽ ഏർപ്പെട്ടതിനാൽ ചൈന രംഗത്ത് നിശബ്ദത പാലിക്കുകയാണ്. ചൈനയുടെ ഓർഡർ എത്തിയാൽ നിലവിലെ ടണ്ണിന് $7,000-8,000 റേഞ്ചിൽ നിന്നും പുതിയ തലങ്ങളിലേക്ക് വില നിലവാരഗ്രാഫ് ഉയരും. ഈ കുതിപ്പിന് അവസരമൊരുക്കുന്നത് ഇന്തോനേഷ്യയിലെ ചരക്കുക്ഷാമമാണ്. ഇന്തോനേഷ്യയും വിയറ്റ്നാമും നിലവിൽ ടണ്ണിന് $7,200 ക്വട്ടേഷൻ ഇറക്കുന്നത്. എന്നാൽ ജക്കാർത്തയിലെ കയറ്റുമതിക്കാർ പലരും ഈ നിരക്കിലും വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ ഉത്സാഹം കാണിക്കുന്നില്ലെന്ന് സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന റീസെല്ലർമാർ പറയുന്നു. ഇന്തോനേഷ്യയെ പുതിയ കച്ചവടങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ബ്രസീലിൽ സെപ്റ്റംബറിലാണ് വിളവെടുപ്പെങ്കിലും കാർഷിക മേഖല കഴിഞ്ഞ മാസം തീർത്തും മ്ലാനതയിലായിരുന്നു.
ബ്രസീലിയൻ കുരുമുളക് ഉൽപാദനത്തിന്റെ പകുതിയിലധികവും വിളയുന്നത് എസ്പിരിറ്റോ സാന്റോ മേഖലയിലാണ്. ഈ പ്രദേശമാകട്ടെ കനത്ത വരൾച്ചയിൽ അകപ്പെട്ടതു കുരുമുളക് വിളവെടുപ്പിന് മാത്രമല്ല, ബ്രസീലിയൻ മുളകിനെ ആശ്രയിക്കുന്ന ഇറക്കുമതി രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നു. സ്വാഭാവികമായും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കുള്ള കുരുമുളകിന് യൂറോപ്യൻ ഇറക്കുമതി രാജ്യങ്ങളുടെ ശ്രദ്ധ ഏഷ്യയിലേക്ക് തിരിയുന്ന ഈ മേഖലയിലെ കുരുമുളക് കർഷകർക്ക് ശുഭവാർത്തയാവും.